ലോജിസ്റ്റിക്സിന് ആഗോളതലത്തിൽ ഒരുപാട് വലിയ വലിയ സാധ്യതകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. കേരളം ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഹബ്ബാണ്. കാരണം ഇവിടെ നല്ല പോർട്ട് ഉണ്ട്, എയർപോർട്ട് ഉണ്ട്, ട്രെയിൻ ഫെസിലിറ്റീസ് സാധ്യതകളുള്ളതാണ്. പുതുതായിട്ട് വരുന്ന ലോജിസ്റ്റിക് പാർക്ക്, അദാനിയുടെ ലോജിസ്റ്റിക് പാർക്ക്, പിന്നെ വിഴിഞ്ഞം തുറമുഖം, ഇതൊക്കെ വന്ന അനന്ത സാധ്യതകളാണ്. ഇന്നിപ്പോൾ പഠിക്കുന്ന +2 ആയാലും ഡിഗ്രി ആയാലും സ്റ്റുഡൻസിലും ഏറ്റവും അധികം ജോലി സാധ്യത ഇന്ത്യയിലും വിദേശത്തും കിട്ടുന്നൊരു കോഴ്സാണ് ലോജിസ്റ്റിക് കോഴ്സ്. നമ്മളിവിടെ നീതൂസ് അക്കാഡമിയിലെ കോഴ്സിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഇൻ്റർവ്യൂ സ്കില്ല്, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ വളരെ അത്യാവശ്യമുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് സാപ്പ്. ഈ നമ്മുടെ കോഴ്സിൻ്റെ ഒപ്പം SAP ആഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ആഡ് ചെയ്യുന്നുണ്ട്. ഒരു +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് ട്രൂലി ഒരു ലോജിസ്റ്റിക് പ്രൊഫഷണൽ ആക്കി മാറ്റുന്ന ഒരു കോഴ്സാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് എത്ര നാളത്തെ കോഴ്സാണ്? ഇത് എങ്ങനെയാണ് ശരിക്കും ഈ കോഴ്സ്? ഇതെന്താണ് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻസ്? അത് 6 മാസമുണ്ട്, 1 ഇയറും ഉണ്ട്. ഇന്റേൺഷിപ്പും കൊടുക്കുന്നുണ്ട്, പ്ലേസ്മെൻറ്റ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. പ്രൂവൺ ട്രാക്ക് റെക്കോർഡുള്ള കമ്പനികളിലാണ് നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നത്. ആ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് തന്നെ ആഗോളതലത്തിൽ നല്ല വാലിഡ് ഉള്ളതാണ്. UK ബേസ്ഡ് ആയാലും FICSൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, NSDLൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ഓൾസോ കൊടുക്കുന്നുണ്ട്. 3 സർട്ടിഫിക്കറ്റ് ഒരു കോഴ്സിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ലോജിസ്റ്റിക്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഉടനടി സൗദി പോലുള്ള അല്ലെങ്കിൽ GCC പോലുള്ള കൺട്രീസിലേക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നു, അവർ പെട്ടെന്ന് പ്ലേസ്മെന്റ് സാധ്യത ഉറപ്പാക്കുന്നു. സൗദി, ഖത്തർ, ദുബായ് മേഖലകൾ കണ്ടമാനം ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുക. അത് ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് എസ്പെഷ്യലി ഫോർ കേരള പീപ്പിൾസ്. ഹായ് ഓൾ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ലോജിസ്റ്റിക്സിൻ്റെ മേഖലയിൽ ഏകദേശം 25 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള, അതായത് ഒരുപാട് പുതിയ പുതിയ കുട്ടികളെ ലോജിസ്റ്റിക്സിൻ്റെ മേഖലയിലേക്ക് കൈപിടിച്ചെത്തിയ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറാണ് മിസ്റ്റർ പരമേശ്വർജി. സ്വാഗതം. യെസ്, വെൽക്കം. സോ പരമേശ്വർജി, എന്താണ് ശരിക്കും ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചത്? ആക്ച്വലി കഴിഞ്ഞ സാറ് പറഞ്ഞ പോലെ കഴിഞ്ഞ ലാസ്റ്റ് 25 വർഷത്തിന് മേലെ ഒരു ലാർജ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാനും അതുവഴി കണ്ടമാനം എക്സ്പീരിയൻസ് കിട്ടാനും ധാരാളം സ്റ്റുഡൻസിനെ എനിക്ക് പഠിപ്പിക്കാനും അവസരം ഉണ്ടാക്കി തന്നു. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. ലോജിസ്റ്റിക്കിൻ്റെ എല്ലാ മേഖലകളിലും, ഷിപ്പിംഗ്, സപ്ലൈ ചെയിൻ, എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നീ എല്ലാ മേഖലകളിലും ധാരാളം വർക്ക് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 25 ഇയേഴ്സോളം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ശരിക്കും എപ്പോഴാണ് അല്ലെങ്കിൽ എന്താണ് ശരിക്കും ഒരു ലോജിസ്റ്റിക്സിൻ്റെ തുടക്കം? അല്ലെങ്കിൽ പരമേശ്വർജി ശരിക്കും ലോജിസ്റ്റിക്സ് എന്നുള്ളൊരു മേഖലയിലേക്ക് കടന്നു വരാനുള്ളൊരു കാരണം എന്താണ് ശരിക്കും? കാരണം ഞാൻ ഒരു ലാർജ് ഇൻഡസ്ട്രിയിലായിരുന്നു. എനിക്ക് ഏകദേശം ഒരു 35 കൊല്ലത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ 10 കൊല്ലം ഔട്ട് ഓഫ് കേരളയായിരുന്നു. ഏകദേശം ഒരു 30 കൊല്ലത്തോളം ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് അന്നത്തെ ഒരു 2000-ന് ശേഷമാണ് ഈ മേഖലകളിൽ എനിക്ക് വന്നത്. അവിടെ നിന്ന് എനിക്ക് 25 കൊല്ലത്തോളം ഏകദേശം ഒരു 700 crores rupees ടേൺ ഓവറുള്ള കമ്പനിയുടെ ലോജിസ്റ്റിക്കിൻ്റെ മൊത്തത്തിൽ ചാർജ് 700 crores ഓഫ് ടേൺ ഓവറുള്ള ഏകദേശം 80,000 to 1 lakh മെട്രിക് ടൺ മെറ്റീരിയൽ, ഡെസ്പാച്ച്, പാക്കിങ്, ഡിസ്ട്രിബ്യൂഷൻ എല്ലാത്തിൻ്റെയും ചാർജ് ആയിട്ടാണ് ഞാൻ കഴിഞ്ഞ കൊല്ലാണ് റിട്ടയർ ചെയ്ത ആ കമ്പനിയിൽ. ഓക്കെ. സോ ഇതിൽ തന്നെ ഏകദേശം എത്ര ഇയേഴ്സോളം കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട്? കുട്ടികളെ ഏകദേശം ഒരു 10-12 കൊല്ലത്താണ് ഞാനൊരു മാനേജ്മെൻറ്റ് ട്രെയിനറായിരുന്നു കമ്പനിയിൽ. അത് അവിടെ വരുന്ന പുതിയ സ്റ്റാഫിനും എക്സിസ്റ്റിംഗ് സ്റ്റാഫിനും എല്ലാം പുതിയ പുതിയ വെർഷൻസ് പഠിപ്പിക്കുന്ന ഒരു ട്രെയിനറായിട്ടായിരുന്നു ഞാൻ ലാസ്റ്റ് 10 ഇയേഴ്സോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മുടെ ഒരു കോളേജിൻ്റെ സമയത്തെല്ലാം ഒരുപാട് പേര് പറയുന്നുണ്ട് ലോജിസ്റ്റിക്സ് ഒരു വലിയ മേഖലയാണ്. അപ്പോൾ അന്നും ആൾക്കാർ പറയുന്നത് ലോജിസ്റ്റിക്സിന് ആഗോളതലത്തിൽ ഒരുപാട് വലിയ വലിയ സാധ്യതകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതായത് ഒരുപാട് വെയർ ഹൗസസ് വരുന്നു, കാര്യങ്ങൾ വരുന്നു ഒക്കെ. പക്ഷേ ശരിക്കും ഇന്ത്യയിൽ എന്താണ് ലോജിസ്റ്റിക്സിൻ്റെ ഒരു സാധ്യത? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു 7-8 കൊല്ലമായിട്ട് ലോജിസ്റ്റിക് മേഖല വളരെയധികം വളർന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ മെയിൻ കാരണം GST 2017 ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം 1 നാഷൻ 1 ടാക്സ് വന്നതോടുകൂടി ഏതൊരു മാനുഫാക്ചറിങ് യൂണിറ്റിനും ഏത് സ്റ്റേറ്റിൽ മാനുഫാക്ചർ ചെയ്താലും അതിൻ്റെ വെയർ ഹൗസ് ഏത് സ്റ്റേറ്റിൽ വേണമെച്ചാൽ വെക്കാം. ദർ ഈസ് നോ കാസ്കേഡിങ് എഫക്റ്റ് ഇൻ ദ ടാക്സ് സിസ്റ്റം. അതുകൊണ്ട് ഈ മേഖലയിൽ കണ്ടമാനം ഡെവലപ്മെൻറ്റ്സും അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസും വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മൾ ന്യൂസ് പേപ്പേഴ്സിലും അതുപോലെ തന്നെ പുതിയ പുതിയ ചാനൽസ്, പുതിയ പുതിയ വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞം പദ്ധതി, അതുപോലെ തന്നെയുള്ള കളമശ്ശേരിയിലെ അദാനിയുടെ തന്നെ പുതിയൊരു ലോജിസ്റ്റിക്സ് പാർക്ക് വരുന്നു. ഇതെല്ലാം ശരിക്കും ലോജിസ്റ്റിക്സിൻ്റെ അനന്തമായ മേഖല ഒന്നും കൂടി പുഷ്ടിപ്പെടുത്താൻ സാധ്യതയുള്ള ഒന്നാണല്ലേ? തീർച്ചയായും.
കാരണം ഇപ്പോൾ തന്നെ എല്ലാ മാനുഫാക്ചറിങ് യൂണിറ്റിലും കേരളം ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഹബ്ബാണ്. കാരണം ഇവിടെ നല്ല പോർട്ടുണ്ട്, എയർപോർട്ട് ഉണ്ട്, ട്രെയിൻ ഫെസിലിറ്റീസ് ഉണ്ട്, സാധ്യതകളുള്ളതാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ലോജിസ്റ്റിക് പാർക്ക്, അദാനിയുടെ ലോജിസ്റ്റിക് പാർക്ക്, പിന്നെ വിഴിഞ്ഞം തുറമുഖം, ഇതൊക്കെ വന്ന അനന്ത സാധ്യതകളാണ്. ഇപ്പോൾ തന്നെ ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടിക്ക്, ഒരു പ്ലസ് ടു പഠിക്കുന്ന കുട്ടിക്ക് അവർക്ക് ഇമാജിൻ ചെയ്യുന്നതിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസാണ് ഇന്ന് ലോജിസ്റ്റിക് മേഖലയിലുള്ളത്. സോ നമ്മൾക്ക് ഈ ലോജിസ്റ്റിക്സിൻ്റെ ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ്, ഇപ്പോൾ ആമസോൺ പോലുള്ള അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള വലിയ വലിയ ഹബ്ബുകൾ കേരളത്തിൽ വരുന്നു. ഇ കൊമേഴ്സിൻ്റെ ഒരു വളരെ പ്രാധാന്യം കേരളത്തിൽ, അല്ലെങ്കിൽ ഇ കൊമേഴ്സിൻ്റെ ഒരു വലിയ പ്രാധാന്യമുള്ളൊരു മേഖലയായി ഇ കൊമേഴ്സ് മാറുന്നു. ഒരുപാട് ആളുകൾ നേരിട്ട് കടയിൽ പോയി ഷോപ്പ് ചെയ്യുന്നതിനേക്കാൾ ഓൺലൈൻ ഇ കൊമേഴ്സ് രംഗങ്ങളിലുള്ള ബിസിനസ്സുകളെ കൂടുതലായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇതെല്ലാം ശരിക്കും ലോജിസ്റ്റിക്സിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ ഇത് ബാധിക്കുന്നുണ്ടോ? സപ്ലൈ ചെയിനും ബാധിക്കില്ല, അതിൻ്റെ സ്കോപ്പ് ഒന്നും കൂടി വളരുകയാണ് ഇ കോമേഴ്സിനുള്ളിൽ. ഇപ്പോൾ ഇ കോമേഴ്സിൽ തന്നെ ലോജിസ്റ്റിക്കിൽ ധാരാളമുണ്ട്, അതിൻ്റെ സാധ്യതകൾ കൂടുകയാണ്. അതിന് ഒരിക്കലും എഫക്റ്റ് ചെയ്യാനില്ല, അതിന് സാധ്യതകൾ കൂടുതലാണ് ഇതിൽ കൂടുതൽ വരുന്നത്. സോ അപ്പോൾ ഇ കൊമേഴ്സ് ശരിക്കും ലോജിസ്റ്റിക്സിൻ്റെ മേഖലയെ ഒന്നും കൂടി ഒന്നും കൂടി പുഷ്ടിപ്പെടുത്തും. ഇപ്പോഴുള്ള ഓപ്പർച്യൂണിറ്റീസിലും കൂടുതൽ വരും. തന്നെയല്ല, ഇന്നിപ്പോൾ പഠിക്കുന്ന പ്ലസ് ടു ആയാലും ഡിഗ്രി ആയാലും സ്റ്റുഡൻസിലും ഏറ്റവും അധികം ജോലി സാധ്യത ഇന്ത്യയിലും വിദേശത്തും കിട്ടുന്ന ഒരു കോഴ്സാണ് ലോജിസ്റ്റിക്സ് കോഴ്സ് അല്ലേ? സോ ലോജിസ്റ്റിക്സ് കോഴ്സിൽ തന്നെ ഇതെങ്ങനെയാണ് ശരിക്കും, ഇത് എത്ര നാളത്തെ കോഴ്സാണ്, ഇത് എങ്ങനെയാണ് ശരിക്കും ഈ കോഴ്സ്, ഇതെന്താണ് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻസ്? ഇത് ലോജിസ്റ്റിക് കോഴ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് ബന്ധപ്പെട്ട എല്ലാ സിലബസുകളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് 6 മാസമുണ്ട്, 1 ഇയറും ഉണ്ട്. ആ കോഴ്സിൻ്റെ കൂടെ നമ്മൾ ഇൻറ്റേൺഷിപ്പും കൊടുക്കുന്നുണ്ട്, പ്ലേസ്മെൻറ്റും നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. കാരണം അത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് കേരളത്തിലും കൊച്ചിയിലും എല്ലാ സ്ഥലത്തും ഇന്ത്യയിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ലോജിസ്റ്റിക്സിൻ്റെ ഒരു മേഖലയിലുള്ള എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ SAP എന്നുള്ള സംഗതി ലോജിസ്റ്റിക്സിൽ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒന്നാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. SAPയുടെ ട്രെയിനിങ് നമ്മളെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? SAPയുടെ ട്രെയിനിങ്, കാരണം ഇന്ന് ലോകത്തുള്ള നല്ലൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് SAP. ലോജിസ്റ്റിക്, ഈ സോഫ്റ്റ്വെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോജിസ്റ്റിക് ആക്ടിവിറ്റീസിൽ. അതുകൊണ്ട് ഇതിൻ്റെ കോഴ്സ് വളരെ പ്രധാനമാണ്. നമ്മളുടെ ഇവിടെ കോഴ്സിനോട് കൂടി SAP കോഴ്സും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആണല്ലേ? നമ്മുടെ കോഴ്സിൻ്റെ ഒപ്പം SAP ആഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് രണ്ടും ഇൻ്റർറിലേറ്റഡ് ആണ്. ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ വളരെ അത്യാവശ്യമുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് SAP. അത് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ എന്തെല്ലാം സർട്ടിഫിക്കേഷൻസ് ആണ് ശരിക്കും ലോജിസ്റ്റിക്സിന് ഇതിന് വാല്യൂ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇത് നമ്മൾ ഇൻ്റർനാഷണൽ വാല്യൂള്ള സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് ലോജിസ്റ്റിക് പഠിച്ചു കഴിഞ്ഞാൽ എവിടെ വേണമെന്ന് വെച്ചാൽ ജോബ് സ്കോപ്പ് പോകണം. ജർമ്മനിയിലായാലും UK, കാനഡ, ആസ്ട്രേലിയ, നിങ്ങൾക്കറിയുന്ന മലയാളികൾ ഇഷ്ടം പോലെ ഇന്ന് പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നതാണ്. അവർക്ക് എവിടെയും വാലിഡുള്ള സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ആണ് മെയിനായിട്ട് ഇതിനകത്താണ്? അത് നമ്മൾ UK ബേസ്ഡ് ആയാലും FICSൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ NSDLലെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ഓൾസോ കൊടുക്കുന്നുണ്ട്. 3 സർട്ടിഫിക്കറ്റ് ഒരു കോഴ്സിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ശരിക്കും ഈ മേഖലയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഇനിയും വളർന്നു വരുന്നു എന്നുള്ളതല്ലാണ്ട് ഇതിനൊരു താഴ്ച ഇല്ല അല്ലേ? ഇതിനൊരു താഴ്ച, കാരണം ഇന്ന് നമുക്കറിയാം ഇന്ന് ഇന്ത്യ ഈസ് ഡെവലപ്പിംഗ്. ഇന്ത്യ ഈസ് 3rd ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് വരാൻ പോവുക. അപ്പോൾ ഇൻഡസ്ട്രീസൊക്കെ ഇഷ്ടം പോലെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ലോജിസ്റ്റിക് മേഖല ഏറ്റവും അധികം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അതുകൂടാതെ നമുക്കറിയാം കോവിഡ് സമയത്ത് ലോകം മുഴുവൻ നിശ്ചലമായപ്പോൾ 2-3 മേഖലകളാണ് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത്. കോവിഡ് സമയത്ത് ആക്ച്വലി ശരിയാണ്. ഒന്ന് നമ്മൾ ഹെൽത്ത് കെയർ, അത് നമ്മൾ എസെൻഷ്യലാണ്. പിന്നെ ഫുഡ് ഗ്രെയിൻസ്, അതുകൂടാണ്ട് ഇതെല്ലാം മാനേജ് ചെയ്യാനുള്ള ലോജിസ്റ്റിക്. അന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കോവിഡ് സമയത്ത് ആക്ച്വലി ഹോസ്പിറ്റൽസും ഈ പറഞ്ഞുള്ള ആതുര സേവനങ്ങളും ഈ മാധ്യമങ്ങളും ഉള്ളതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ് ലോജിസ്റ്റിക്. കാരണം അത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത മനുഷ്യന് എസെൻഷ്യൽ സാധനങ്ങൾ തന്നെ കിട്ടുന്നത് ലോജിസ്റ്റിക് ത്രൂ ആണ്. കറക്റ്റ്. ഇപ്പോൾ നമ്മളുടെ നിലവിലുള്ള നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ എല്ലാവരും ഒരു വലിയ കോഴ്സുകൾ, അല്ലെങ്കിൽ ഒരു ഡോക്ടർമാരാവാൻ ശ്രമിക്കുന്നു, എൻജിനീയർമാരാവാൻ ശ്രമിക്കുന്നു, വലിയ MBA കഴിഞ്ഞ് ജോലി നേടാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ശരിക്കും ലോജിസ്റ്റിക്സ് എന്നുള്ളൊരു മേഖല ശരിക്കും എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായിട്ടും ഇന്ന് പ്ലസ് 2 അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര പ്രഷറാണ് എങ്ങനെ ജോലി കിട്ടണം, എന്ത് ജോലി ചെയ്യുന്നു. പക്ഷേ ഈ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു കൺസിസ്റ്റൻസ് ആയിട്ട് ഓപ്പർച്യൂണിറ്റി വരുന്ന ഒരു ജോലിയാണ്, ഒരു മേഖലയാണ്.
നമ്മൾ ഇന്ന് +2 കഴിഞ്ഞ ഡിഗ്രിക്കാർക്കും ഏറ്റവും അനുയോജ്യമായ കോഴ്സാണ് ലോജിസ്റ്റിക്. കാരണം ഇന്ന് ലോകം വളർന്നുകൊണ്ടിരിക്കുക, ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുക, കേരളത്തിലും വിദേശത്തും ധാരാളം ഓപ്പർച്യൂണിറ്റി ഇതിന് എൻഷുർ ചെയ്യാൻ പറ്റും. അതെ. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളുടെ ഈ ലോജിസ്റ്റിക്സിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരാളായിട്ടൊരു സംവാദം അല്ലെങ്കിൽ ഒരു സംസാരം ഉണ്ടാവുകയുണ്ടായി. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 19ാമത്തെ വയസ്സിൽ ഒരു വെയർ ഹൗസിൽ ജസ്റ്റ് ലോഡിങ്ങിന് വേണ്ടി, അതായത് ഒരു ലോഡിങ് തൊഴിലാളിയായിട്ട്, അത് ജസ്റ്റ് +2 കഴിഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ലോഡിങ്ങിന് വേണ്ടി ഒരു ലോഡിങ് തൊഴിലാളിയായി ലോജിസ്റ്റിക്സിൻ്റെ മേഖലയിലേക്ക് കടന്നു വന്ന ഒരാളാണ്. അയാൾ ഇന്ന് ശരിക്കും മേടിക്കുന്നത് 3.5 ലക്ഷം രൂപയുടെ ശമ്പളമാണ്. അയാളൊരു ലോജിസ്റ്റിക്സിൻ്റെ വലിയൊരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഹെഡാണ്. സോ അദ്ദേഹമാണ് ആ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. സോ അപ്പോൾ ഇത്രയും വലിയൊരു അനന്തമായ സാധ്യത ശരിക്കും ലോജിസ്റ്റിക്സിൽ നിലനിൽക്കെ ഒരുപാട് ആളുകൾ ഈ ലോജിസ്റ്റിക്സ് സാധ്യത അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് തോന്നുന്നു, അല്ലേ ജി? തീർച്ചയായും. ഈ ലോജിസ്റ്റിക്കിലെ ഏറ്റവും വലിയ ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം നമ്മളൊരു ജോബ്, സാറ് പറഞ്ഞ പോലെ ഒരു ലോഡിംഗ് ആയിട്ട് തുടങ്ങി ആൾക്ക് 2-3 കൊല്ലം ആൾ പടിപടിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുക. ഇന്ന് കേരളത്തിൽ, എസ്പെഷ്യലി കേരളത്തിൽ ലോജിസ്റ്റിക് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾ വളരെ കുറവുള്ളൂ. കാരണം അത്രയും അനന്ത സാധ്യതകളാണ്. എനിക്ക് തോന്നുന്നു ഈ എല്ലാ ലോജിസ്റ്റിക്സ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇന്റേൺഷിപ്പിന് വളരെ വലിയൊരു പ്രസക്തി കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കാം, അല്ലേ? തീർച്ചയായും. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പ്രാക്ടിക്കൽ ഉണ്ട്, തിയറി ഉണ്ട്. ഇന്റേൺഷിപ്പ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതിന്റെ പ്രാക്ടിക്കാലിറ്റി നല്ലവണ്ണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു വലിയ പരസ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്, ഈ ലോജിസ്റ്റിക്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഉടനടി സൗദി പോലുള്ള അല്ലെങ്കിൽ GCC പോലുള്ള കൺട്രീസിലേക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നു, അവർ പെട്ടെന്ന് പ്ലേസ്മെൻറ്റ് സാധ്യത ഉറപ്പാക്കുന്നു, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് പഠിച്ചിറങ്ങുന്ന ഒരാൾക്കൊരു പെട്ടെന്നൊരു തൊഴിലവസരം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ശരിക്കും ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ഇത് ഉള്ളതാണോ? ശരിക്കും എന്താണെന്ന് വെച്ചാൽ സൗദി, ഖത്തർ, ദുബായ് മേഖലകൾ കണ്ടമാനം ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുക. അത് ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുക. ആ ഏരിയയിൽ ധാരാളം വെയർ ഹൗസസ് വരാനുള്ള സാധ്യത. ദുബായ് ഓൾറെഡി വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പക്ഷേ GCC മേഖലയിൽ സൗദിയിൽ ഇപ്പോൾ കണ്ടമാനം ഡെവലപ്മെൻറ്റ് വരുന്നു. അത് തന്നെയല്ല വെയർ ഹൗസസ് കണ്ടമാനം വരുന്നു. അപ്പോൾ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് എസ്പെഷ്യലി ഫോർ ഇന്ത്യൻ എടുക്കാൻ കാരണം ഇന്ത്യയിൽ സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എസ്പെഷ്യലി ഫോർ കേരള പീപ്പിൾസ്. ജി പറഞ്ഞ പോലെ സൗദിയിലും ദുബായിലും ഒക്കെ ഒരു വലിയൊരു വ്യവസായ ഹബ്ബായി മാറുന്നു. പക്ഷേ ഇവരെല്ലാവരും എന്താണ് ശരിക്കും ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾക്ക്, ഒരു മലയാളികൾക്ക്, നമ്മൾ മലയാളികളെന്ന നിലയിൽ മലയാളികൾക്ക് എന്താണ് ഇതിൻ്റെ ഒരു സാധ്യത അനുഭവിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും നമ്മളുടെ ഇന്ത്യയിലാണ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് സ്കിൽഡ് ലേബേഴ്സ് ഉള്ളത്. തന്നെയുമല്ല കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചും കൂടിയും ബെറ്ററാണ്. അതുകൊണ്ട് തന്നെ കേരളീയർക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസാണ് ഈ സൗദിയും പിന്നെ ഹബിലൊക്കെ കിട്ടാൻ പോകുന്നത്. അതുമാത്രമല്ല ജി, നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ശരിയാണോ എന്നുള്ളത് അറിയില്ല. കാരണം കേരളത്തിൽ നമ്മുടെ ഇന്റേൺഷിപ്പുകൾ, കുട്ടികൾക്ക് കൊടുക്കുന്ന ഇന്റേൺഷിപ്പുകളെല്ലാം വലിയ ഈ പറഞ്ഞ ഏറ്റവും വലിയ ഓർഗനൈസേഷനിൽ തന്നെ ഒരു വലിയ ഹബ്ബിലൊക്കെ ആയിരിക്കും ഇവർക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ലോജിസ്റ്റിക്കിലും വെയർ ഹൗസ് മേഖലയിൽ നല്ല അതിൽ പ്രൂവൺ ട്രാക്ക് റെക്കോർഡുള്ള കമ്പനികളിലാണ് നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നത്. ആ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് തന്നെ ആഗോളതലത്തിൽ നല്ല വാലിഡ് ഉള്ളതാണ്. സോ അപ്പോൾ ഇങ്ങനെ ഒരു വാലിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇത് ലോകോത്തര തരത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ പഠിക്കുന്നത് കൊണ്ട് എപ്പോഴും ബെനിഫിറ്റ് ഉള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആഗോളതലത്തിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതും അതിനനുസരിച്ച് സ്കിൽഡ് അനുസരിച്ചുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നീതൂസ് അക്കാഡമി ശരിക്കും ലോജിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ഈ ലോജിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് വരുന്നു. ഇപ്പോൾ ജി നേരത്തെ പറഞ്ഞ പോലെ NSDCയുടെ സർട്ടിഫിക്കേഷൻ വരുന്നു, സ്റ്റേറ്റ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കേഷൻ, FICS UK സർട്ടിഫിക്കേഷൻ, ഇൻ്റർനാഷണൽ ലെവലിലുള്ള സർട്ടിഫിക്കേഷൻ വരുന്നു. ഇതെല്ലാം ഒരു കുട്ടിയെ അല്ലെങ്കിൽ നീതൂസിൽ വരുന്ന ഒരു കുട്ടിയെ എങ്ങനെയാണ് ഒരു മറ്റുള്ള ഒരു സ്ഥലത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? അതിന് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അത് 6 മന്ത് കോഴ്സായാലും 1 ഇയർ കോഴ്സായാലും. അതുകൂടാതെ നമ്മൾ ഈ കുട്ടികളെ തിയറി ക്ലാസ് മാത്രമല്ല പ്രാക്ടിക്കലായിട്ടും പിന്നെ എന്താണ് പ്രസൻറ്റേഷൻ സ്കില്ലായിട്ടും മോക്ക് ഇൻ്റർവ്യൂ സെഷനും കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് സാപ്പിൻ്റെ കോഴ്സ്, ലോജിസ്റ്റിക്കിലെ അവിഭാജ്യ ഘടകമാണ് സാപ്പ് സോഫ്റ്റ്വെയർ കോഴ്സ്. ആ കോഴ്സും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇന്ന് ഒഴിച്ചുകൂടാൻ വല്ലാത്ത ഏറ്റവും വലിയൊരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിൻ്റെ ക്ലാസ്സും ട്രെയിനിങ് കൂടി നമ്മൾ ഇവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ ലോജിസ്റ്റിക്സിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ, കാരണം ഡിജിറ്റൽ
ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഒരു അനന്തമായ മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കാരണം ഇന്നത്തെ ഒരു ബിസിനസ് സംരംഭത്തിന്, ഒരു ബിസിനസ് ഓർഗനൈസേഷന് അവരുടെ ബിസിനസ്സിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ അസറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഗതി ഈ ലോജിസ്റ്റിക്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ നീതൂസ് അക്കാഡമിയിലെ കോഴ്സിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും നേരത്തെ പറഞ്ഞ പോലെ സാപ്പ്, പിന്നെ ഇൻ്റർവ്യൂ സ്കില്ല്, ഒരു സ്റ്റുഡൻറ്റ് ഒരു +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് ട്രൂലി ഒരു ലോജിസ്റ്റിക് പ്രൊഫഷണലാക്കി മാറ്റുന്ന ഒരു കോഴ്സാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലുമായി ജി പഠിപ്പിച്ച ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ജി പറഞ്ഞ പോലെ കാനഡയിൽ ആമസോണിൻ്റെ വെയർ ഹൗസിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി ജി പഠിപ്പിച്ച കുട്ടിയാണ്. സോ ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികളെ ജി പഠിപ്പിക്കുന്നു. അതുപോലെ ആഗോളതലത്തിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ജിക്ക് ഒരുപാട് ശിഷ്യന്മാർ വളർന്നു വരുന്നത്. ജി എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായും അത് എനിക്കൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ്. കാരണം എൻ്റെ താഴെ പഠിച്ചിരുന്ന അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ ട്രെയിനിങ് കൊടുത്ത ധാരാളം കുട്ടികൾ ഇന്ന് ഓസ്ട്രേലിയയിലുണ്ട്, കാനഡയിലുണ്ട്, മാൾട്ട, UK, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അത് എനിക്ക് തരുന്ന വലിയൊരു അപ്രീഷിയേഷൻ തന്നെയാണ്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ എല്ലാം നല്ല ലെവലിൽ കിട്ടുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷത്തോടെ നോക്കി കാണുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചിരുന്നു ജിയുടെ മലേഷ്യൻ ട്രിപ്പിൽ ഒരുപാട് ഒരു വെയർ ഹൗസ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ജിയുടെ ഒപ്പം നിൽക്കുന്നത്. അതെല്ലാം ജി പഠിപ്പിച്ച കുട്ടികളാണോ അതോ? തീർച്ചയായിട്ടും അത് ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ്. അവിടെ ചെന്നപ്പോൾ അവർ തന്നെയാണ് എന്നെ അവിടെ വിസിറ്റ് ചെയ്യാൻ നിർബന്ധിച്ചത്. വെയർ ഹൗസിൽ നിർബന്ധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിസിറ്റ് ചെയ്തതാണ്. ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു അനന്തമായ മേഖല, ആഗോളതലത്തിൽ ഒരുപാട് സാധ്യതകളുള്ള മേഖല. ആ മേഖലയിലേക്ക് ശരിക്കും നീതൂസ് അക്കാഡമി കടന്നു വരുന്നു. അതുപോലെ തന്നെ ലോകോത്തര നിലവാരമുള്ള FICS UK പോലുള്ള സർട്ടിഫിക്കേഷൻസ്, NSDC സർട്ടിഫിക്കേഷൻസ്, സ്റ്റഡ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കേഷൻ, ഇതോടൊപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്, ഇൻ്റർവ്യൂ എങ്ങനെ ഒരു പുറത്തൊരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ആഗോളതലത്തിലുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ഒരു ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ വിശദീകരണം. അതോടൊപ്പം SAP പോലുള്ള ലോജിസ്റ്റിക്സിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ശരിക്കും SAP എന്ന് പറയുന്നത്. സോ സാപ്പിൻ്റെ ഒരു ട്രെയിനിങ്, ഇത്തരം കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇൻറ്റേൺഷിപ്പ്, ഒരു വലിയ മേഖലയിലുള്ള അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് പോലൊരു വലിയ മേഖലയിൽ ഒരു വലിയ സ്ഥാപനത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇൻറ്റേൺഷിപ്പ്, ഫ്രീ പ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം, ഇതെല്ലാം കൊണ്ട് തന്നെ നീതൂസ് അക്കാഡമി എനിക്ക് തോന്നുന്നു ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സിൽ ഒരു മേഖലയെ വ്യത്യസ്തമാക്കുന്നുണ്ട് സത്യത്തിൽ. തീർച്ചയായും. സോ ഇത് എനിക്ക് തോന്നുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പുതുതായി ലോജിസ്റ്റിക്സിലേക്ക് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് അവർക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം, പഠിക്കാം, അല്ലേ? തീർച്ചയായിട്ടും. സോ ലോജിസ്റ്റിക്സിൻ്റെ എന്ത് തരത്തിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഷിപ്പിംഗ് ആയിക്കോട്ടെ, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആയിക്കോട്ടെ, വെയർ ഹൗസ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ട്രക്ക് ആയിക്കോട്ടെ, ഏതൊരു മേഖലയിൽ എന്ത് സംശയത്തിനും 24/7 സപ്പോർട്ട് നീതൂസ് അക്കാഡമി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളുടെ ട്രെയിനർ വളരെ പ്രീമിയം ആയിട്ടുള്ള ഇത്രയും നാളത്തെ 25+ ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ട്രെയിനറാണ് നമുക്കുള്ളത്. ഈ ട്രെയിനറിനെ നിങ്ങൾക്ക് ഏത് സമയവും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. സോ എന്ത് സംശയവും ലോജിസ്റ്റിക്സുമായിട്ടുള്ള എന്ത് സംശയത്തിനും ഞങ്ങളെപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. സോ താങ്ക് യു സോ മച്ച്.